അപ്പുറത്തും ഇപ്പുറത്തും ഇരുള, അനങ്ങാൻ കഴിയുന്നില്ല. ഭിത്തി വല്ലാത്ത ഇടുങ്ങിയ ഭിത്തിയാണ്, സൗകര്യങ്ങളില്ല. ഇന്ന് വരെ ഒരു കബറും തേച്ചു മിനുക്കിയിട്ടില്ല, ടൈലുകൾ കൊണ്ട് മോടി പിടിപ്പിച്ചിട്ടില്ല, മാർബിളുകൾ പതിച്ചിട്ടില്ല. ഈ മോനെ, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്. ഇന്ന് നീ എത്ര സൗകര്യമുള്ള വീട്ടിലാ, എത്ര സുന്ദരമായ ബെഡിലാ, എന്തൊക്കെ സൗകര്യങ്ങളാ, തണുപ്പുന്ന എസിയാ, മാത്രമല്ല ചുറ്റുഭാഗത്ത് ലൈറ്റുകളാ, എന്തെല്ലാം സൗകര്യങ്ങളാ. ആ സൗകര്യമുള്ള വീട്ടിൽ നിന്ന് നിന്റെ സ്വന്തം പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ആ കബറൊന്ന് ചിന്തിച്ചാളാ. നിനക്ക് മറിയാനും തിരിയാനും സ്ഥലമില്ലല്ലോ, ഭിത്തികൾ എത്ര ഇടുങ്ങിയതാ, നിനക്ക് മലർന്ന് കിടക്കാൻ കഴിയില്ലല്ലോ, നിനക്ക് മരാക്കമഴ്ന്ന് കിടക്കാൻ കഴിയില്ലല്ലോ, നിന്നെ ചരിച്ചു കിടത്തിയതാ. അല്ലാ, എന്തൊരു ചൂടായിരിക്കും. ഈ വിശാലമായിരിക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ അതേ ചൂടുകാലത്തെന്തൊരു ചൂടാണ്. അതേ സമയത്ത് ഇത്രയും ഇടുങ്ങിയതായ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയാത്ത, അനങ്ങാൻ കഴിയാത്ത അത്ര ഇടുങ്ങിയ കബറാണെങ്കിൽ എന്തൊരു ചൂടാ. മാത്രമല്ല വെളിച്ചമില്ല. സുബ്ഹാനല്ലാഹ്, നീ കാണുന്നത് എങ്ങനെയാ? അപ്പോഴാണ് അല്ലാഹ് ഈ റഹ്മാൻ എന്ന മലക്കിനെ കാണുന്നത്. പൊതുവെ പേടിപ്പെടുത്തുന്ന മലക്ക്. ഈ മലക്ക് നിന്നോട് കണ്ണിമിഴിച്ച നിന്നോട് പറയുന്നത് എന്താണെന്നറിയോ? മോനെ, ഞാൻ പറഞ്ഞത് മറക്കരുത്. ഇന്ന ഇലൈനാ ഇയാബഹും, എല്ലാവരും നമ്മുടെ അടുത്ത് മടങ്ങി വരും, എല്ലാവരോടും കണക്ക് ചോദിക്കും. ഈ മലക്ക് പറയുന്നു, മോനെ, ഇത് നിന്റെ സുഖവാസ കേന്ദ്രമല്ല, ഇത് വിശാലമായ നിന്റെ റൂമല്ല, ഇത് ഇടുക്കത്തിന്റെ വീടാ, ഇത് ഞെരുക്കത്തിന്റെ വീടാ. ഇവിടെ നിന്റെ കൂട്ടുകാര് പുഴുക്കളാ, ഇവിടെ നിന്റെ സന്ദർശകര് മലക്കുകളാ, ഇവിടെ നിന്റെ സന്ദർശകര് സദാസമയത്തും റബ്ബിന്റെ മലക്കുകളാ. നിന്നെ തേടി കാത്തു നിൽക്കുന്നത് 1.5 മുഴമുള്ള പുഴുക്കളാ. ഇതൊക്കെ ഭീതിപ്പെടുത്തുന്ന വാക്ക് കേട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആത്മാവങ്ങ് ശരീരത്തിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ അവന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ചലനശേഷിയുള്ളത്, താഴോട്ട് ചലനമില്ല. അവന്റെ കൈകൾക്ക് ചലനമുണ്ട്, അവന്റെ ചുണ്ടുകൾക്ക് ചലനമുണ്ട്, അവന് ശരിക്കും ബോധമുണ്ട്, കണ്ണു തുറന്നിട്ടുണ്ട്. അവനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും എഴുതുക. പ്രായപൂർത്തി എത്തിയതിനു ശേഷം നീ പറഞ്ഞതൊക്കെ, നീ ചെയ്തതൊക്കെ, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് മുഴുവനും നീ എഴുതണമെന്ന് പറയുമ്പോൾ എഴുതാൻ പേനയില്ല, എഴുത്തറിയില്ല, കടലാസില്ല. ആഖിർ സമാനിലെ മക്കളെ, നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഹ്മാൻ എന്ന മലക്ക് നിന്നെ കൊണ്ട് നിന്നെ ചുറ്റിയ നിന്റെ കഫം തുണി, ആ തുണിയിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നിന്റെ കയ്യിൽ തരുന്നു. ഇവിടെ എഴുതാനുള്ള നിന്റെ പേന നിന്റെ വിരൽ തുമ്പാണ്, നിന്റെ ഉമിനീര് മഷിയാ. പടച്ച റബ്ബിന്റെ കുദ്റത്തെന്ന് പറയട്ടെ, ഓരോരുത്തരും അവനവന്റെ വിരൽ തുമ്പുകൊണ്ട് അവന്റെ കഫൻ തുണിയുടെ കരയിൽ എഴുതി തുടങ്ങി. ഇന്ന് രാവിലെ മുതൽക്ക് ഇതുവരെ നടന്നതും പറഞ്ഞതും ചെയ്തതും നമുക്ക് ഓർമ്മയുള്ളതുപോലെ പ്രായപൂർത്തിയെത്തിയ ശേഷമുള്ള സർവകാര്യങ്ങളും ആ സമയത്ത് ഓർമ്മ വരുന്നത്